ബറോസ് ഈ വർഷത്തെ ഏറ്റവും കൂടുതൽ ഹൈപ്പുള്ള സിനിമയാണ്. എനിക്ക് തോന്നുന്നു ഈ വർഷത്തെ അവസാനത്തെ മലയാളം റിലീസാണെന്ന് തോന്നുന്നു ഈ സിനിമ. അപ്പോൾ ഈ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇസബെല്ല ബറോസ് എന്ന് പറയുന്ന രണ്ട് ക്യാരക്ടേഴ്സിനെ ഫോക്കസ് ചെയ്യുന്ന ഒരു സ്റ്റോറിയാണ് ഈ സിനിമയുടേത്. അവയുടെ ഇമോഷൻസും അവയുടെ ജേണിയുമാണ് സിനിമ പറയുന്നത്. സോ നിധി കാക്കുന്ന ഒരു ഭൂതത്തിന്റെ ക്യാരക്ടറായിട്ടാണ് മോഹൻലാലിന്റെ ആ ഒരു ക്യാരക്ടർ വന്നിരിക്കുന്നത്. അതുപോലെ ഭൂതവും ആ ഒരു ഇസബെല്ല എന്ന് പറയുന്ന ക്യാരക്ടറുമായിട്ടുള്ള ബോണ്ടിങ് ആണ് ഈ സിനിമ പറയുന്നത്. ഈ സിനിമയുടെ പ്രധാന പോസിറ്റീവായിട്ട് വന്നേക്കുന്നത് സിനിമയിലെ 3D എഫക്ട്സ് ആണ്. കാരണം വളരെ അധികം നല്ല റിച്ച്നെസ് ഉള്ള 3D എഫക്ട്സ് ആണ് ഈ ഒരു സിനിമ ഓഫർ ചെയ്യുന്നത്. അത് ഫസ്റ്റ് സീക്വൻസ് തൊട്ട് ആശീർവാദിന്റെ ലോഗോ തൊട്ട് സിനിമയിൽ ഉടനീളം നല്ല 3D എഫക്ട്സ് ഈ സിനിമ ഓഫർ ചെയ്യുന്നുണ്ട് എന്നുള്ളത് സിനിമയുടെ വലിയൊരു പോസിറ്റീവാണ്. അതുപോലെ തന്നെ ഈ സിനിമ ഒരു അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഫാന്റസി എലമെന്റ്സ് ബ്ലെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോറി ഈ സിനിമയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ സിനിമയുടെ വേറൊരു പോസിറ്റീവ്. സെക്കൻഡ് ഹാഫിൽ വരുന്ന ഒരു സോങ്ങിലെ എഫക്ട്സ് ഒക്കെ ആ ഒരു എൻ്റെ വിഷ്വൽസ് ആണ് ഈ സിനിമയുടെ ഒരു വലിയ പോസിറ്റീവായി തോന്നിയത്. പിന്നെ പറയുന്നത് സിനിമയുടെ നെഗറ്റീവ്, ഇതുപോലത്തെ സിനിമകളൊക്കെ വർക്കൗട്ട് ആവുന്നത് കൂടുതലും ആ ഒരു ഇമോഷണൽ കണക്ഷൻ ആ ഒരു ക്യാരക്ടേഴ്സിന്റെ ഓഡിയൻസിന് കണക്ട് ആകുമ്പോഴാണ്. ഒരു ഫസ്റ്റ് ഹാഫിൽ ആ ഒരു സ്റ്റോറി സെറ്റ് ചെയ്യുമ്പോൾ അതൊക്കെ മിസ്സായതുപോലെ തോന്നുന്നു. ഒരു കണക്ഷൻ ഫീൽ ചെയ്യുന്നില്ല എന്നുള്ളത് സിനിമയുടെ ഒരു നെഗറ്റീവാണ്. അതുപോലെ തന്നെ ഈ സിനിമയുടെ വേറൊരു നെഗറ്റീവ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഹാഫിൽ ഒരു ചെറിയ സ്ലോ നറേഷൻ ആണ്. സോ ആ ഒരു പേസിംഗ് ഇഷ്യൂസ് ഒക്കെ സിനിമയിൽ ഉണ്ടാകുന്നുണ്ട്. പിന്നെ കൂടുതലും ഡ്രാമ ഫോക്കസ് ചെയ്യുന്ന സിനിമയാണ്. അത് കൂടുതൽ ഫാന്റസിയേക്കാളും കൂടുതൽ ഡ്രാമ ആയിട്ടുള്ള ഡയലോഗ്സ് കൂടുതലുള്ള ഒരു കൈൻഡ് ഓഫ് മൂവിയാണ്.